അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അടുക്കി വെക്കാനും ഒതുക്കി പെറുക്കി വെക്കാനും ഒക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ല ഓരോ സാധനം കഴിഞ്ഞിട്ട് ഓരോ സാധനം ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അത് കവറിൽ കെട്ടിയിട്ടും ബക്കറ്റിൽ വെച്ചിട്ടൊക്കെ അങ്ങനെ നീളും. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. ഫുള്ള് സാധനങ്ങളും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വാങ്ങിക്കൊടുന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മല്ലി മുളകും പച്ചക്കറികളും അങ്ങനെ ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആയിരിക്കണ മല്ലി മുളകും എന്നാ പൊടിച്ച് കിട്ടുകയെന്നറിയില്ല. ഡിസംബറൊക്കെ ആയത് കാരണം വലിയ വെയിലൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഞാൻ പച്ചക്കറികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടൊക്കെ ഓരോ ബോക്സിലിട്ട് വെച്ചാൽ എടുക്കാൻ സുഖമാണല്ലോ. ആദ്യമൊന്നും ഞാനിങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഒക്കെ കൂടി പച്ചക്കറി കൊട്ടയിൽ അങ്ങോട്ട് ഫ്രിഡ്ജിൽ പച്ചക്കറി കൊട്ടയ്ക്ക് അങ്ങോട്ട് കൊട്ടിയിടും. പിന്നെ അതിന് ഇങ്ങനെ തിരഞ്ഞെടുക്കണം. പിന്നെ ഇങ്ങനെ പുരോഗമിക്കാൻ തുടങ്ങുമല്ലോ നമ്മൾ. അങ്ങനെ വന്ന ശീലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില സാധനങ്ങളൊക്കെ കൊടുന്നാൽ അങ്ങനെ കവറോടുകൂടി ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്ത് ശരിയാക്കി വെക്കുക. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ വേഗമാവും എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഫ്രിഡ്ജും ഒന്ന് സെറ്റാക്കി എടുക്കുമല്ലോ നമ്മൾ. നല്ല ഉഷാറായിരിക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് കഴുകി തുടച്ച് അതൊക്കെ മാറ്റി വെക്കുകയാണ്. ഫ്രിഡ്ജിക്ക് ഡപ്പകളിൽ പുറത്തുള്ളത് അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.